ഡിയർ ഫ്രണ്ട്സ്, അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ MOA സെക്ഷൻ 4 ആണ്. അപ്പം ഇതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് പഠിക്കേണ്ടിയിരുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും അതുപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഈ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് DD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻകോർപ്പറേഷൻസ്, അതിൻ്റെ നെയിം, അതിൻ്റെ പോലെ ലൈബിലിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ്, അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഈ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനകത്ത് വരുന്നത്. അതുപോലെ ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഡേ ടു ഡേ ഫങ്ഷനിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ടിംഗ് റൈറ്റ്സിനെ പറ്റിയൊക്കെയോ, അല്ലെങ്കിൽ റൈറ്റ്സ് ഇഷ്യൂ, ഷെയർസ് ആർക്ക് റൈറ്റ് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ബൈബാക്ക് ഷെയർസ് ചെയ്യാം, ഇതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൾസ്. എനിവേ കൂടുതൽ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ്. അതെന്ന് പറയുന്നത് കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആസ് പെർ സെക്ഷൻ 2 subsection 56, memorandum means the memorandum of association of a company as originally framed or as altered from time to time in pursuance of any previous company law or of this act. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലി ഫ്രെയിംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇൻകോർപ്പറേഷൻ്റെ സമയത്ത് നമ്മൾ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ പ്രീവിയസ് കമ്പനി ലോ പ്രകാരം നമ്മൾ ഉണ്ടാക്കി വെച്ചത് പിന്നീടുള്ള ആക്ട് പ്രകാരം എന്തോ ചെയ്യുന്നു, അത് അൾട്ടർ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനാണ്. അപ്പം ഈ MOA എന്ന് വിശദമാക്കിയാലും അത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആണെന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് എ ബേസ് ഡോക്യുമെന്റ് ഫോർ ഫോർമേഷൻ ഓഫ് എ കമ്പനി. നമ്മുടെ കമ്പനി ഫോം ചെയ്യുന്നതിന് ഇതിൻ്റെ ഉള്ളൊരു ബേസ് ഡോക്യുമെന്റ് ആണ് ഇതെന്ന് പറയുന്നത്. എലോങ് വിത്ത് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈസ് റിഗാർഡ് ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കമ്പനി. ഇവിടെ പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്പനീസ് എന്ന്. അതായത് നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ കൂടെ തന്നെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഫോർമേഷന് വേണ്ടുന്ന അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ ബേസ് ഡോക്യുമെന്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും അതുപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഒരു കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുന്നത്. The memorandum of association and articles of association similar to other company agreements, and a resolution is subject to the Companies Act 2013 section 6 and the law of the land, and therefore all its contents need to be compliant with the Companies Act 2013 and other applicable legislation. അപ്പോൾ ഈ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് സിമിലർ ടു അതർ കമ്പനി അഗ്രിമെൻറ്റ്സ്, മറ്റേ കമ്പനികളുടെ അഗ്രിമെൻറ്റ്സ് പോലെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. കാരണം ഇതിനകത്ത് ഓൾറെഡി ഓരോ ഫോംസ് ഒക്കെ തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ ഓരോന്നിനും ഈ ലിമിറ്റഡ് ആണെങ്കിൽ എങ്ങനെ അതൊക്കെ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഈ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും അതുപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും രൂപീകരിക്കുന്നത്. സോ അത് സിമിലർ ആയിരിക്കും എന്ന് പറയുന്നത്. അതുപോലെ ഇതിനകത്ത് ഈ കമ്പനീസ് ആക്ട് 2013 റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് ആണ് ഉൾപ്പെടുത്തി മാത്രമേ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതിനകത്ത് വരുന്ന എല്ലാ കണ്ടൻസ് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 കംപ്ലൈൻസ് ചെയ്യുന്നത് ആയിരിക്കണം. അതുപോലെ തന്നെ ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചും ആയിരിക്കണം. Section 4 of the Companies Act 2013 seeks to provide for the requirements in respect to the memorandum of a company. അപ്പോൾ സെക്ഷൻ 4 ഓഫ് ദ കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ മെമ്മോറണ്ടം ഓഫ് കമ്പനിയുടെ പ്രൊവൈഡ് ചെയ്യുന്ന റിക്വയർമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റ് ഓഫ് രജിസ്റ്ററിങ് എ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പം മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ അതിൻ്റെ ഒബ്ജക്റ്റ് എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് എ ഒബ്ജക്റ്റ് ഫോർ വിച്ച് ദ കമ്പനി ഈസ് ഫോംഡ് ആൻഡ് ദെയർഫോർ ഐഡൻറ്റിഫൈസ് ദ പോസിബിൾ സ്കോപ്പ് ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻ ബിയോണ്ട് വിച്ച് ഇറ്റ്സ് ആക്ഷൻ കനോട്ട് ഗോ. അപ്പോൾ ഈ കമ്പനിക്ക് എന്ന് പറയുന്നത് ഏത് കമ്പനിയായാലും ആ കമ്പനിക്ക് ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. സോ ആ ഒബ്ജക്റ്റ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ആ കമ്പനിയുടെ ഓപ്പറേഷൻസും എല്ലാം. ഒരു കാരണവശാലും ആ ഒബ്ജക്റ്റ് അല്ലാതെ വേറൊരു ഒബ്ജക്റ്റിലേക്ക് കടക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഷിപ്പ്
ബിൽഡ് ചെയ്യുന്ന കമ്പനിയാണ് എന്ന് വെച്ചോ. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷിപ്പ് ബിൽഡ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഒക്കെ രൂപീകൃതമാക്കിയിരിക്കുന്നത്. ആ കമ്പനിക്ക് ഒരിക്കലും ഒരു റിയൽ എസ്റ്റേറ്റിനകത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒബ്ജക്റ്റ് അല്ല. അപ്പോൾ അങ്ങനെ ഒബ്ജക്റ്റിൽ നിന്ന് ബിയോണ്ട് അതിൻ്റെ വേറെയുള്ള ആക്ഷൻസ് എന്തോ അങ്ങനെ ചെയ്യാൻ ഈ കമ്പനിക്ക് സാധിക്കത്തില്ല. സോ അതിൻ്റെ ഒബ്ജക്റ്റിൽ തന്നെ നിന്നുകൊണ്ടേ ഈ കമ്പനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. It enables shareholders, creditors, and all those who deal with the company to know what its powers are and what activities can engage in. ഇതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് കമ്പനിയുമായിട്ട് ആരൊക്കെയാണോ ഡീൽ ചെയ്യുന്നത് അവർ മസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം കമ്പനിയുടെ എന്താണ് അതിൻ്റെ പവർ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏത് ആക്ടിവിറ്റീസിലാണ് ആ കമ്പനി എൻഗേജ് ചെയ്തിരിക്കുന്നത് എന്നും അത് മനസ്സിലാക്കും. സോ എ മെമ്മോറണ്ടം ഈസ് എ പബ്ലിക് ഡോക്യുമെന്റ് അണ്ടർ സെക്ഷൻ 399 of the Companies Act 2013. Consequently, every person entering into a contract with the company is presumed to have the knowledge of the conditions contained therein. അപ്പോൾ ഈ മെമ്മോറാണ്ടം എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഒരു ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന കമ്പനി അത് MCAയുടെ പോർട്ടലിൽ അത് എപ്പോഴും എന്തോ അപ്ലോഡഡ് ആയിരിക്കും. അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ആ മെമ്മോറാണ്ടം എന്തോ ചെയ്യാം, വായിച്ച് നോക്കാം. അപ്പം ഈ കമ്പനിയുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഒരാൾക്കും എന്തെന്ന് പറയുന്നത് ഈ കമ്പനിയുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഒക്കെ വായിച്ച് ഇത് എന്തുവാണ് ഇതിൻ്റെ ഒബ്ജക്റ്റ്, ഇത് ഏത് ബിസിനസ്സിലാണ് എൻഗേജ് ചെയ്തിരിക്കുന്നതൊക്കെ അത് മനസ്സിലാക്കാൻ സാധിക്കും. The shareholders must know the purposes which his monies can be used by the company and what risk he is taking in making the investment. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒബ്ജക്റ്റ് ക്ലോസിൻ്റെ പ്രത്യേകതയാണ്. അപ്പം ഷെയർ ഹോൾഡേഴ്സിന് മനസ്സിലാക്കും അവരുടെ പൈസ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ കമ്പനി, അതുപോലെ തന്നെ എന്ത് റിസ്ക്കാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. A company cannot depart from the provisions contained in the memorandum. However, imperative may be the necessity for the departure. It cannot be entered into a contract or engage in any trade or business which is beyond the power of conferred on it by the memorandum. If it is so, it would be ultra vires of the company and void. അപ്പോൾ എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിനകത്ത് ഞാൻ പറയുന്നത് പോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഷിപ്പ് ബിസിനസ് ആണെങ്കിൽ അതിനൊരിക്കലും റിയൽ എസ്റ്റേറ്റിൽ കിടക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ബിയോണ്ട് പവറാണ്. അതെന്ന് പറയുന്നത് അൾട്രാ വൈറസ് ഓഫ് ദ കമ്പനിയാണ്. അൾട്രാ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയോണ്ട് പവർ. അൾട്രാ മീൻസ് ബിയോണ്ട്, വൈറസ് മീൻസ് പവർ. അപ്പോൾ ബിയോണ്ട് പവറാണ്. സോ അതുകൊണ്ട് ആ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. അടുത്തത് പറയുന്നത് ദ മെമ്മോറണ്ടം ഓഫ് കമ്പനി ഷാൾ സ്റ്റേറ്റ് ഇൻ റിലേഷൻ ടു ദ നെയിം ക്ലോസ്. ഇപ്പം നെയിം ക്ലോസുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ, ഇപ്പം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനിയുടെ ഏതൊക്കെ ക്ലോസുകൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ക്ലോസ് ഉണ്ട്. ഒന്ന് നെയിം ക്ലോസ്, 2 ഒബ്ജക്റ്റ് ക്ലോസ്, അതുപോലെ ഡൊമിസൈൽ ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, അതുപോലെ സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിനകത്ത് ബന്ധപ്പെട്ട നെയിം ക്ലോസുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ പറയുന്നത്. The name of the company with the last word limited in the case of public limited company, or the last word private limited in case of private limited company. അപ്പം ദിസ് ക്ലോസ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഓഫ് ദ കമ്പനീസ് ഫോം അണ്ടർ സെക്ഷൻ 8. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്, നമ്മുടെ കമ്പനിയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിലാണ് ഈ നെയിം ക്ലോസ് വരുന്നത്. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പേര് എങ്ങനെയാണെന്നും അതിൻ്റെ പേരിനൊപ്പം ചേർന്ന്. അപ്പം പ്രൈവറ്റ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും, പബ്ലിക് ആണെങ്കിൽ ലിമിറ്റഡ് എന്നും ചേർക്കണമെന്ന് ഉണ്ട്. സോ അത് ഈ നെയിം ക്ലോസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. പിന്നെ ഇൻ റിലേഷൻ ടു രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. അപ്പോൾ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഡൊമിസൈൽ ക്ലോസുമായിട്ട് ബന്ധപ്പെട്ട ഡൊമിസൈൽ ക്ലോസ് ആണ്. ഡൊമിസൈൽ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റിലാണ് ഈ കമ്പനി ഇരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കൊച്ചിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരള ആയിരിക്കും. മുംബൈ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് മഹാരാഷ്ട്ര ആയിരിക്കും. സോ ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ രജിസ്റ്റേർഡ് ഓഫ് ദ കമ്പനി ഈസ് സിറ്റുവേറ്റഡ്. അപ്പം കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ അവിടുത്തെ ആ നാട്ടിൻ്റെ ഏതാണോ സ്റ്റേറ്റിനകത്താണോ ആ നാടിരിക്കുന്നത് ആ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് അല്ലെങ്കിൽ ഡൊമിസൈൽ ക്ലോസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇൻ റിലേഷൻ ടു ദ ഒബ്ജക്റ്റ് ക്ലോസ്. ഒബ്ജക്റ്റ് ക്ലോസുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ദ ഒബ്ജക്ട്സ് ഫോർ വിച്ച് ദ കമ്പനി ഈസ് പ്രപ്പോസ് ടു ബി ഇൻകോർപ്പറേറ്റഡ് ആണ് എനി മാറ്റർ കൺസിഡർ നെസസറി ഇൻ ഫർദറൻസ് ദെയർ ഓഫ്. അപ്പം ഈ കമ്പനിയുടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഏത് ഒബ്ജക്ട്സുകളാണോ അതുപോലെ തന്നെ അതിന് ഈ ഫർദറൻസ് ദെയർ ഓഫ്, അതായത് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് സബ് ഒബ്ജക്റ്റുകളും ആകാം. അപ്പം അങ്ങനെ എല്ലാം കൂടെ ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ ഒബ്ജക്റ്റ് ക്ലോസിനകത്തോട്ട് റിലേറ്റ് ചെയ്യുന്നത്. സോ നമുക്കിനി ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം.
ഈ ലയബിലിറ്റി ഓർ ക്യാപിറ്റൽ ക്ലോസ് അത് നമുക്ക് രണ്ടായിട്ട് നോക്കാം. അപ്പം 6 ക്ലോസ് ഞാൻ പറഞ്ഞായിരുന്നു. നെയിം ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, ഡൊമിസൈൽ ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. അപ്പോൾ അതുപോലെ ലയബിലിറ്റി ഓർ ക്യാപിറ്റൽ ക്ലോസ് എന്നുള്ളത് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് നോക്കാം. This clause covers details of the liability of the members of the company, whether limited or unlimited, and also state. അപ്പം ഈ ലയബിലിറ്റി ക്ലോസിനകത്ത് ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റിയെ പറ്റിയാണ്. അത് ലിമിറ്റഡ് ആകാം അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആകാം. അത് നമ്മളും ഓൾറെഡി നേരത്തെ നോക്കിയതാണ്. ഇൻ കേസ് ഓഫ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, അപ്പം ഇനി കമ്പനി എന്ന് പറയുന്നത് ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ദാറ്റ് ദ ലയബിലിറ്റി ഓഫ് ഹിസ് മെമ്പേഴ്സ് ലിമിറ്റഡ് ടു ദ എമൗണ്ട് അൺപെയ്ഡ് ഇൻ ഇഫ് എനി ഓൺ ദ ഷെയർസ് ഹെൽഡ് ബൈ ദം. അപ്പം അതിനകത്തെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി, ഈ ഷെയർസ് ഹെൽഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർ അൺപെയ്ഡ് ആയിട്ടാക്കുന്ന അത്രയും വരെ മാത്രമേ ഉള്ളൂ ലയബിലിറ്റി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10 രൂപയുടെ ഷെയർ ആണെന്നുണ്ടെങ്കിൽ 8 രൂപ കൊടുത്തെങ്കിൽ റിമൈനിങ് കൊടുക്കാനുള്ള 2 രൂപയ്ക്ക് മാത്രമാണ് ആ പർട്ടിക്കുലർ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി ഉള്ളത്. അതാണ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന്. ഇനി ഇൻ കേസ് ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു, അതിന് ഷെയർ ചെയ്തു. അപ്പോൾ അവർ ഓരോ ഗ്യാരണ്ടി വെച്ചിട്ടുണ്ട്. അതായത് ഈ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇത്ര രൂപ കൊടുക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 50,000 ആണെന്നുണ്ടെങ്കിൽ ചിലവർ 1,00,000 ആയിരിക്കും. അപ്പോൾ അത് എത്രയാണോ ഗ്യാരണ്ടി അത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ ലയബിലിറ്റി ക്ലോസിൽ മെൻഷൻ ചെയ്തിരിക്കും. അപ്പോൾ അവർ അത്രയും എമൗണ്ട് അതിൻ്റെ വൈൻഡ് അപ്പ് സമയത്ത് കൊടുത്തിരിക്കണം. അപ് ടു അത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 എന്ന് പറഞ്ഞാൽ 50,000 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അസറ്റൊക്കെ ഈ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അസറ്റൊക്കെ വിറ്റ് ഈ ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാതെ വരുവാണെന്നുണ്ടെങ്കിൽ ആ റിമൈനിങ് എമൗണ്ട്സിന് എത്രയാണോ അതിൻ്റെ അവരെ കണ്ടുപിടിച്ച് ആൾ ഗ്യാരണ്ടി കൊടുത്തത് എത്ര എമൗണ്ട് ആണോ അത്രയും വരെ ആൾ കൊടുക്കണം. ഇപ്പം 50,000 വരെ ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും രൂപ കൊടുത്താൽ മതി. പക്ഷേ 50,000 മേലോട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കണ്ട. ഇപ്പം 50,000 ആണ് ആളുടെ ലയബിലിറ്റി ആയിട്ട് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ എഴുതിയിരിക്കുന്നതെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ടു ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി ഇൻ ദ ഈവൻറ്റ് ഓഫ് ബീങ് വൗണ്ട് ഓഫ് വൈൽ ഹീ ഈസ് എ മെമ്പർ ഓർ വിത്തിൻ 1 year ആഫ്റ്റർ ഹീ സീസസ് ടു ബി എ മെമ്പർ ഫോർ payment of the debts and liabilities of the company or of such debts and liability as may have been contracted before he ceases to be a member as the case may be. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് മെമ്പർ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വിത്തിൻ 1 year 1 വർഷത്തിനുള്ളിൽ ഇയാൾ മെമ്പറായിട്ട് മാറിയതാണെന്നുണ്ടെങ്കിലോ ഇപ്പോൾ ഈ വൈൻഡ് അപ്പ് സമയത്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡെബ്റ്റ്സും ലയബിലിറ്റീസും ഒക്കെ ഇവർ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നിലവിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതുവരെ ഉള്ളതിനും ഈ മെമ്പറായിട്ട് ഇപ്പം മാറിയെന്ന് ഒരാൾ മാറിയെന്ന് വെച്ചോ, ആ ആൾ മാറിയെന്നുണ്ടെങ്കിൽ അയാൾ എന്ന് വരെയാണോ മെമ്പറായിരുന്നത് അന്ന് വരെ ഉള്ളതിൻ്റെ ലയബിലിറ്റീസ് കൊടുക്കാൻ ആളും അതിൻ്റെ എഗ്രി ചെയ്ത് കൊടുക്കാൻ ആളും ബാധ്യസ്ഥനാണ്. ആളുടെ സമയം എന്ന് പറഞ്ഞാൽ എന്നാണ് ആൾ മാറിയത് അവിടെ വരെ ഉള്ളതേ ആളുടെ ലയബിലിറ്റി. മറ്റേ ആൾക്കാർക്ക് പിന്നെ മൊത്തം ലയബിലിറ്റി ഉണ്ട്. സോ എന്നിട്ട് അവർ എഗ്രി ചെയ്യുന്ന എമൗണ്ടാണ്. ടു ദ കോസ്റ്റ് ചാർജസ് ആൻഡ് എക്സ്പെൻസസ് ഓഫ് വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ വരും, ഇതുപോലെ വൈൻഡിങ് അപ്പിൻ്റെ എക്സ്പെൻസും കോസ്റ്റും അതെല്ലാം വരും. അതുപോലെ ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ റൈറ്റ് ഓഫ് ദ കോൺട്രിബ്യൂട്ടറീസ് എമംഗ് ദംസെൽവ്സ്. അപ്പം ഈ ശരിക്കും വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് അവരെ മെമ്പർ എന്നല്ല വിളിക്കുന്നത്, അവരെ കോൺട്രിബ്യൂട്ടറീസ് എന്നാണ് വിളിക്കുന്നത്. സോ അവരുടെ മെമ്പേഴ്സ് എന്നുള്ള സ്റ്റാറ്റസ് മാറി അവർ കോൺട്രിബ്യൂട്ടറീസ് ആവും. എന്ന് പറഞ്ഞാൽ അവരവരുടെ ഗ്യാരണ്ടി ചെയ്ത എമൗണ്ടുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. സോ അവരെ കോൺട്രിബ്യൂട്ടറീസ് എന്നാണ് വിളിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് കമ്പനി ഹാവിങ് ഷെയർ ക്യാപിറ്റൽ, അപ്പോൾ നമ്മളിനി ലയബിലിറ്റി ക്ലോസ് ആണ് ഇത്രയും പഠിച്ചത്. ഇനി ക്യാപിറ്റൽ ക്ലോസിലേക്ക് വരുവാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് എ കമ്പനി ഹാവിങ് ഷെയർ ക്യാപിറ്റൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ the amount of share capital in which the company is to be registered and the division thereof into shares of a fixed amount and the number of shares which the subscribers to the memorandum agree to subscribe, which shall not be less than 1 share, and the number of shares each subscribed to the memorandum intends to take indicate the ഓപ്പോസിറ്റ് ഹിസ് നെയിം. ഇത് പ്രധാനമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലിനെ പറ്റിയാണ്. അപ്പം ഇതിൻ്റെ ക്യാപിറ്റൽ ക്ലോസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഒരു ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാകും. അതിന് ബിയോണ്ട് ആയിട്ടുള്ള എമൗണ്ടുകൾ ഒരിക്കലും ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും ഓതറൈസ്ഡ് ക്യാപിറ്റലിനേക്കാളും താഴെ മാത്രമേ വരാൻ പാടുള്ളൂ. സോ അതിന് മുകളിലോട്ടുള്ള ഒരു എമൗണ്ടിന് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓതറൈസ്ഡ് അപ്പോൾ ഇഷ്യൂ ചെയ്യാം എന്ന് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഓതറൈസ്ഡ് ക്യാപിറ്റൽ കൂട്ടിക്കൊണ്ട് അവർ പിന്നെ അത്ര എമൗണ്ടും കൂടെ എടുക്കാം. സോ എപ്പോഴും ഓതറൈസ്ഡ് ക്യാപിറ്റലിനേക്കാളും താഴെ വേണം ഇഷ്യൂഡ് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന ഇത് വരാൻ. സോ അതാണ് അതിനകത്ത് ഈ ക്യാപിറ്റൽ ക്ലോസിനകത്ത് വരുന്ന കാര്യം.
ഈ വൺ പേഴ്സൺ കമ്പനി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ദ നെയിം ഓഫ് ദ പേഴ്സൺ നോമിനി ഹൂ ഈസ് ഇൻ ഇവന്റ് ഓഫ് ഡെത്ത് ഓഫ് ദ സബ്സ്ക്രൈബർ ഷാൽ ബിക്കം ദ മെമ്പർ ഓഫ് ദ കമ്പനി. ഇത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. സോ അത് വിട്ടാൽ ഇനി നമുക്ക് നെയിം ക്ലോസിലേക്ക് വരാം. ഇനി നമ്മളിപ്പം ലയബിലിറ്റിയും ക്യാപിറ്റൽ ക്ലോസും കഴിഞ്ഞു. ഇനി നെയിം ക്ലോസിലേക്ക് വരാം. നെയിം ക്ലോസിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈയിങ് ഫോർ ദ നെയിം ഓഫ് ദ കമ്പനി, അതായത് നമ്മുടെ കമ്പനിയുടെ പേര് അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയാണ്. ദ നെയിം സ്റ്റേറ്റഡ് ഇൻ ദ മെമ്മോറാണ്ടം ഷാൽ നോട്ട് ബി ഐഡന്റിറ്റിക്കൽ വിത്ത് ഓർ റിസംബിൾ ടു നിയർലി ടു ദ നെയിം ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഓർ എനി പ്രീവിയസ് കമ്പനി ഇല്ല. അതായത് നമ്മൾ കമ്പനിയുടെ നെയിം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഒരിക്കലും ഐഡന്റിറ്റിക്കൽ ആവാൻ പാടില്ല, അതുപോലെ ടു റിസംബിൾസും ആവാൻ പാടില്ല. ഐഡന്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിലയൻസ് അല്ലെങ്കിൽ ഇൻഫോസിസ് എന്നൊക്കെ പറഞ്ഞ കമ്പനികളുണ്ടല്ലോ. അപ്പം അതുപോലുള്ള ഒരു കമ്പനി, അതേ പേരിലുള്ള ഒരു കമ്പനിയുടെ പേരെന്ന് പറഞ്ഞ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇനി വേറൊരു ഇൻഫോസിസ് തുടങ്ങാൻ പറ്റത്തില്ല, അതുപോലെ വേറെ റിലയൻസ് തുടങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഇൻഫോസിസിന്റെ സ്പെല്ലിങ് മാറ്റി ഇൻഫോസീസ് എന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാ ഈ ടു റിസംബിൾ എന്ന് പറയുന്നത്. അതേപോലെ ഉള്ള പേര് വരുന്നതൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതൊന്നും നമുക്ക് പേരിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. Be such that is used by the company will constitute an offense under any law of time being in force or is undesirable in the opinion of the central government. അതുപോലെ തന്നെ കമ്പനിക്ക് എന്ന് പറയുന്നത് അതായത് ഒഫൻസീവ് ആയിട്ടുള്ള വേർഡുകൾ പേരായിട്ട് സ്വീകരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒപ്പീനിയൻ പ്രകാരമുള്ള ഏതെങ്കിലും അൺഡിസൈറബിൾ ആയിട്ടുള്ള പേരുകളും പിന്നെ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് ഈ അൺഡിസൈറബിൾ നെയിംസ് എന്ന് പറയുന്നത്? ഈ കമ്പനി ഷാൽ നോട്ട് ബി രജിസ്റ്റേർഡ് വിത്ത് എ നെയിം വിച്ച് കണ്ടെയ്ൻസ് any word or expression which is likely to give the impression that the company is in any way connected with or having the patronages of the central government, any state government or any local authority, corporation or body constituted by the central government or any state government under any law for the time being in force or എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ പേര് ഒരിക്കലും ഒരു സെൻട്രൽ ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയോ കോർപ്പറേഷനോ ഇങ്ങനെയുള്ള സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അതായത് കണക്ഷനായിട്ട് വരരുത്. ആ പേര് വായിക്കുമ്പോൾ ഇത് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് കണക്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് കണക്ഷൻ ആകുന്ന തരത്തിലുള്ള പേര് ആകാൻ പാടില്ല. അതാണ് ഈ അൺഡിസൈറബിൾ നെയിം എന്ന് പറയുന്നത്. Such word or expression as may be prescribed unless the previous approval of the central government has been obtained for the use of any such word or expression. ഇനി അൺഡിസൈറബിൾ വേർഡ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കും. ഇനി ഗവൺമെന്റിന്റെ അപ്രൂവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് ഒബ്ജക്ഷൻ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. അല്ല എങ്കിൽ ഈ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഇത് ഉപയോഗിക്കാൻ പാടില്ല. അത് റൂൾ 8-നകത്താണ് പറഞ്ഞിരിക്കുന്നത് ഈ അൺഡിസൈറബിൾ നെയിമിനെ പറ്റി. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ബോർഡ്, ഇങ്ങനെ ബോർഡ് എന്ന് പറയുന്നത് കമ്മീഷൻ, അതോറിറ്റി, അണ്ടർടേക്കിംഗ്, നാഷണൽ, യൂണിയൻ, സെൻട്രൽ, ഫെഡറൽ, റിപ്പബ്ലിക്, പ്രസിഡന്റ്, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ എന്നൊക്കെ പറയുന്നത് സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റുമായിട്ടൊരു ഒരു അതിന്റെ എക്സ്പ്രഷൻ റിലേറ്റ് ചെയ്യുന്നത് ആയിട്ട് ഉള്ളതാണ്. അപ്പോൾ സോ അതുകൊണ്ട് അങ്ങനെയുള്ള പേരുകളൊന്നും നമ്മുടെ കമ്പനികളുടെ പേരായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അൺലെസ് അവർ പെർമിറ്റ് ചെയ്യാനല്ലാതെ. നിധി, മ്യൂച്വൽ ഫണ്ട്, ഇതും അതുമായിട്ടുണ്ട്. അത് അവർ പെർമിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണെന്നാണ്. ഇനി റിസർവേഷൻ ഓഫ് എ നെയിം. ഇനി നെയിമിനെ പറ്റി ഇനി നമുക്ക് നെയിം ക്ലോസിന് തൊട്ട് ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ പേരുകൾ ഇടാൻ പറ്റും, എങ്ങനെ പേരുകൾ ഇടാൻ പറ്റും. ഐഡന്റിക്കൽ ആവാൻ പാടില്ല, റിസംബിൾസ് ആവാൻ പാടില്ല, അതുപോലെ അൺഡിസൈറബിൾ നെയിം ആവാൻ പാടില്ല, അതുപോലെ ഒഫൻസീവ് ആയിട്ടുള്ള പേരുകളൊന്നും ആകാൻ പാടില്ല എന്ന് പറഞ്ഞു. സോ ഇനി എങ്ങനെയാണ് ഒരു പേര് റിസർവ് ചെയ്യുന്നത്? ഇനി നമ്മൾ അതൊന്നും അല്ലാത്തൊരു പേര് അപ്ലൈ ചെയ്തു. So a person may make an application in such a form and manner and accompanied by such a fee as may be prescribed to the registrar for the reservation of a name set out the application. അപ്പം ഒരു പ്രിസ്ക്രൈബ്ഡ് ഫീയോടുകൂടി പ്രിസ്ക്രൈബ്ഡ് ആപ്ലിക്കേഷൻ ഫോമിൽ നമുക്ക് എന്താണ് രജിസ്ട്രാർക്ക് നമ്മുടെ നെയിം, നമ്മുടെ കമ്പനിക്ക് വേണ്ടി നെയിം റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാം. The name of the proposed company or the name which the company proposed to change its name. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ രണ്ട് തരത്തിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതിനുള്ള ഒരു പേര് വേണം, അതിനു വേണ്ടി ചെയ്യാം. രണ്ടാമെന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് കമ്പനിയാണ്, ആ കമ്പനി അതിൻ്റെ പേര് മാറ്റണം. ഫോർ എക്സാമ്പിൾ വീഗാലാൻഡ് എന്നുള്ള കമ്പനി വണ്ടർല എന്ന് മാറിയില്ലേ. സോ അപ്പോൾ അതുപോലെ തന്നെ കമ്പനി അവൻ്റെ പേര് മാറ്റണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊടുക്കാം. റിസർവിങ് ദ നെയിം.
Upon receipt of an application under section 4, the registrar may, on the basis of information and the document furnished along with the application, reserve the name for a period of 20 days from the date of approval or such other period as may be prescribed. അപ്പം രജിസ്ട്രാർക്ക് ഈ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ഫീയോട് കൂടി ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടുകയും അപ്പോൾ രജിസ്ട്രാർ എന്തോ ചെയ്തു അതിൻ്റെ ഇൻഫർമേഷൻ തന്നതും ഡോക്യുമെൻറ്റേഷനുള്ള എല്ലാം പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം എന്തോ ചെയ്യുന്നു, ഈ രജിസ്ട്രാർ എന്തോ ചെയ്യുന്നു, 20 ഡേയ്സ് 20 ദിവസത്തേന് ഈ അപ്രൂവൽ കിട്ടി 20 ദിവസത്തേന് ആ പേര് റിസർവ് ചെയ്യും. അപ്പം ആ പേര് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ആ പേര് ഉപയോഗിക്കാം. Provide that in case of an application for reservation of a name or for change of its name by an existing company, the registrar may reserve the name for a period of 60 days from the date of approval. അപ്പം ഈ എക്സിസ്റ്റിംഗ് കമ്പനി അവരുടെ പേര് മാറ്റാനുണ്ടെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും, 60 ദിവസം ആ പേര് റിസർവ് ചെയ്തിടും. Cancelling the name. Where after reservation of a name, it is found that name was applied by furnishing wrong or incorrect information. അപ്പം ഈ നെയിം റിസർവ് ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കുകയാണ് ഈ നെയിം റിസർവ് ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് റോങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻകറക്റ്റ് ഇൻഫർമേഷനിലൂടെയാണ് ഇത് പറഞ്ഞിരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ നെയിം എന്തോ ചെയ്യും, ക്യാൻസൽ ആകും. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് ദ കമ്പനി ഹാസ് നോട്ട് ബി ഇൻകോർപ്പറേറ്റഡ്, അപ്പം ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എങ്കിൽ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ദ റിസർവ്ഡ് നെയിം ഷാൽ ബി ക്യാൻസൽ ആൻഡ് ദ പേഴ്സൺ ഹു ഹാസ് മെയ്ഡ് ദ ആപ്ലിക്കേഷൻ ഷാൽ ബി ലയബിലിറ്റി പെനാൽറ്റി വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 1 lakh rupees. അപ്പം ആ നെയിം എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പനി ഇൻകോർപ്പറേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പേര് എന്തോ ചെയ്യും, കമ്പനി രജിസ്റ്റർ എന്തോ ചെയ്യും, കമ്പനിയുടെ പേര് ക്യാൻസലാക്കി കളയുകയും ആരാണോ ആ ആപ്ലിക്കേഷൻ, അതായത് ഇൻകറക്റ്റ് ഇൻഫർമേഷൻ കൊടുത്ത ആപ്ലിക്കേഷൻ കൊടുത്തത് ആ ആൾക്ക് പെനാൽറ്റി ചെയ്യുകയും അതെന്ന് പറയുന്നത് 1 ലക്ഷം രൂപ വരെ പെനാൽറ്റി ഈടാക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത്, ആദ്യം എന്ന് പറയുന്നത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, രണ്ടാമത് ഇഫ് ദ കമ്പനി ഹാസ് ബീൻ ഇൻകോർപ്പറേറ്റഡ്, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രാർ എന്തോ ചെയ്യും, ബൈ ഗിവിങ് കമ്പനി ടു ഓപ്പർച്യൂണിറ്റീസ് ബീങ് ഹിയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം രജിസ്ട്രാർ താഴെ പറയുന്ന നമ്മൾ ഇനി പറയുന്ന 3 രീതികൾ തീരുമാനമെടുക്കും. ഫസ്റ്റ് എന്ന് പറയുന്നത് എയ്തർ ഡയറക്റ്റ് ദ കമ്പനി ടു ചേഞ്ച് ഇറ്റ്സ് നെയിം വിത്തിൻ എ പീരീഡ് ഓഫ് 3 months ആഫ്റ്റർ പാസിംഗ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ. അപ്പം കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു, അത് അന്നേരം ആദ്യം എന്തോ ചെയ്യും, രജിസ്ട്രാർ പിന്നെ ഓർഡർ കൊടുക്കും, കമ്പനിയുടെ പേര് ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് 3 മാസത്തിനുള്ളിൽ ഒരു 3 മാസത്തിൽ സമയം കൊടുത്തിട്ട് അതിനുള്ളിൽ പേര് ചേഞ്ച് ചെയ്യാൻ പറയും. അപ്പോൾ പേര് ചേഞ്ച് ചെയ്യാതെ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 3 മാസത്തെ സമയം കൊടുക്കും. 3 മാസത്തിനുള്ളിൽ പേര് ചേഞ്ച് ചെയ്യാതെ വരുവാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ അടുത്ത ആക്ഷൻ എടുക്കുന്നത് ടേക്ക് ആക്ഷൻ ഫോർ സ്ട്രൈക്കിംഗ് ഓഫ് ദ നെയിം ഓഫ് ദ കമ്പനി ഫ്രം ദ രജിസ്റ്റർ ഓഫ് കമ്പനീസ്. അപ്പോൾ കമ്പനി രജിസ്റ്ററിൽ നിന്ന് ഈ കമ്പനിയുടെ പേര് എന്തോ ചെയ്യും, നീക്കം ചെയ്യും രജിസ്ട്രാർ. ഇത് അവർ ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് ഇത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ രജിസ്ട്രാർ തന്നെ രജിസ്റ്റർ ഓഫ് കമ്പനീസിൻ്റെ ഇതിൽ നിന്ന് ആ കമ്പനിയുടെ പേര് മാറ്റും. ഇനിയിപ്പം ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ആയി, അതിൻ്റെ കുറച്ച് ഇപ്പം ഇതുവരെ എന്ന് പറഞ്ഞാൽ കമ്പനി ഇൻകോർപ്പറേറ്റ് ആയി ബാക്കി ഡീലിംഗ് ഒന്നും നടന്നിട്ടില്ല എങ്കിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി പക്ഷേ കമ്പനി ഈ പേരിൽ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു, ഇനിയിപ്പം പേര് മാറ്റാൻ പറ്റാത്ത സ്ഥിതി ആവുകയാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ എന്തോ ചെയ്യും, മേക്ക് എ പെറ്റീഷൻ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി എന്ന കമ്പനി എന്തോ ചെയ്യും, വൈൻഡിങ് അപ്പ് ചെയ്യാനുള്ള ഇത് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്യാൻസലേഷൻ ഓഫ് നെയിമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ അനിൽ ദേശായി ഹാസ് അപ്ലൈഡ് ഫോർ റിസർവേഷൻ ഓഫ് എ കമ്പനി നെയിം വിത്ത് എ പ്രിഫിക്സ് സൻവരിയ. അപ്പോൾ സൻവരിയ എന്നുള്ള ഒരു പ്രിഫിക്സ് ഇതിനകത്ത് ഒരു മിസ്റ്റർ അനിൽ ദേശായി എന്തോ ചെയ്തു, കമ്പനി റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. ഹി ക്ലെയിം ദാറ്റ് പ്രിഫിക്സ് സൻവരിയ ഈസ് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഇൻ ഹിസ് നെയിം. അപ്പം അദ്ദേഹം അതിൻ്റെ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ അദ്ദേഹം ക്ലെയിം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ സാൻവരിയ എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഉള്ളത്. സോ അതുകൊണ്ട് എനിക്കത് കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് സബ്മിറ്റ് ചെയ്തത്.
പിന്നീട് ലേറ്റർ ഓൺ ഇറ്റ്സ് ഫൗണ്ട് ദാറ്റ് ദ സെഡ് പ്രിവിസ് ഈസ് നോട്ട് രജിസ്റ്റേർഡ് വിത്ത് മിസ്റ്റർ അനിൽ ദേശായി. പിന്നീടാണ് അത് മനസ്സിലാക്കുന്നത് ഈ അനിൽ ദേശായിയുടെ പിന്നെ പേർക്കല്ല ഈ പറയുന്ന ട്രേഡ് മാർക്ക് രജിസ്റ്റേർഡ് ഉള്ളതെന്ന് മനസ്സിലാക്കി. അപ്പോൾ എന്ത് ചെയ്യും? ഹൗവർ ഹി ഹാസ് ഫോംഡ് എ കമ്പനി ബൈ ഗിവിംഗ് ഇൻകറക്റ്റ് ഡോക്യുമെന്റ്സ് ഓർ ഇൻഫർമേഷൻ വൈൽ അപ്ലൈയിങ് ദ നെയിം ഓഫ് ദ കമ്പനി. എന്നിട്ട് ഇദ്ദേഹം എന്തോ ചെയ്തു? അദ്ദേഹം കമ്പനി ഫോം ചെയ്തു. കമ്പനി ഫോം ചെയ്ത് ഈ ഇൻകറക്റ്റ് ഇൻഫർമേഷൻ കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇൻ സച്ച് എ കേസ് ദ രജിസ്റ്റർ ഷാൾ ടേക്ക് ആക്ഷൻ ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് ദ ആക്ട് ആഫ്റ്റർ ഗിവിംഗ് ഓപ്പർച്യൂണിറ്റി. അപ്പം ഇങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മളിതിന് മേലോട്ട് പറഞ്ഞത്. ആ കമ്പനി എന്ന് പറയുന്നത് ഇൻകോർപ്പറേറ്റ് ആയിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഞാൻ ഇൻകോർപ്പറേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യും? രജിസ്ട്രാർ എന്തോ ചെയ്യും? 3 മാസത്തെ സമയം കൊടുക്കും പേര് ചേഞ്ച് ചെയ്യാൻ. അതാ ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ പേര് രജിസ്ട്രാർ തന്നെ നീക്കം ചെയ്യും. അതല്ല കമ്പനി എന്തെങ്കിലും ഡീലിംഗ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി ഓർഡർ ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. അപ്പം ഇതൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ഡൊമിസൈൽ ക്ലോസ്. ഡൊമിസൈൽ ക്ലോസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഡൊമിസൈൽ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഏതെടുത്താണോ ആ എടുത്ത സ്റ്റേറ്റ് അത് ഏത് സ്റ്റേറ്റിൻ്റെ അണ്ടറിലാണോ ആ സ്ഥലം എന്ന് പറയുന്നത്, രജിസ്റ്റേർഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്, അതിനെ പ്രതിപാദിക്കുന്നതാണ് ഈ ഡൊമിസൈൽ ക്ലോസ് എന്ന് പറയുന്നത്. ദ നെയിം ഓഫ് എ ഫെഡറൽ സ്റ്റേറ്റ് ഈസ് മെൻഷൻഡ് വിത്ത് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഈസ് ടു ബി സിറ്റുവേറ്റഡ്. രജിസ്റ്റേർഡ് ഓഫീസ് ഈസ് ദ പെർമനൻറ്റ് അഡ്രസ് ഓഫ് ദ കമ്പനി. ഇറ്റ് ഈസ് റെസിഡൻസ് ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പെർമനൻറ്റ് അഡ്രസ്സാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിഡൻഷ്യൽ അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് കൊച്ചി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡൊമിസൈൽ ക്ലോസിൽ അതിൻ്റെ നെയിം എന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരള ആയിരിക്കും. മുംബൈ ആണെന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്ര ആയിരിക്കും. അതുപോലെ നോയിഡ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡൽഹി ആയിരിക്കും. ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒബ്ജക്റ്റ് ക്ലോസ്. സോ ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ കമ്പനി എന്താണോ അതിൻ്റെ ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റാണ് അതിനകത്ത് പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ ഷിപ്പിംഗ് ബിസിനസ് ആണെങ്കിൽ ഷിപ്പിംഗ് ബിസിനസ് അതൊരിക്കലും ബിയോണ്ട് ആ ഒബ്ജക്റ്റ് വിട്ട് വേറൊരു ഒബ്ജക്റ്റിലേക്ക് പോകാൻ പറ്റത്തില്ല. അവരുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്യാനല്ലാതെ. അപ്പം എനിക്ക് തോന്നുന്നു 2 or 3 ഒബ്ജക്ട്സ് മാത്രമേ പറ്റത്തുള്ളൂ. ഒരുപാട് ഒബ്ജക്ട്സ് ഒന്നും ഒരു കമ്പനിക്ക് പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ വേറെ ഒബ്ജക്ട്സുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് അൾട്രാ വൈറസ് ആണ്. ഡോക്ട്രീൻ ഓഫ് അൾട്രാ വൈറസ്. അപ്പോൾ അതാണ്ട് ഇവിടെ ഒരു ഇത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഡോക്ട്രീൻ ഓഫ് അൾട്രാ വൈറസ്. ഇൻ ദ കേസ് ഓഫ് എ കമ്പനി വാട്ട് എവർ ഈസ് നോട്ട് സ്റ്റേറ്റഡ് ഇൻ ദ മെമ്മോറാണ്ടം ആസ് ദ ഒബ്ജക്ട്സ് ഓർ പവേഴ്സ് ഈസ് പ്രൊഹിബിറ്റഡ് ബൈ ദ ഡോക്ട്രീൻ ഓഫ് അൾട്രാ വൈറസ്. ആസ് എ റിസൾട്ട് ആൻ ആക്ട് വിച്ച് ഈസ് അൾട്രാ വൈറസ് ഈസ് വോയിഡ് ആൻഡ് ഡസ് നോട്ട് ബൈൻഡ് ദ കമ്പനി. നെയ്തർ ദ കമ്പനി നോർ ദ കോൺട്രാക്ടിംഗ് പാർട്ടി ക്യാൻ sue on it. The company cannot make its valid even if every members assent to it. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അൾട്രാ വൈറസ് ബൈ കമ്പനിയും ഉണ്ട്, അതുപോലെ തന്നെ അല്ലാത്തതും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ നമുക്ക് ലെൻഡിങ് മണി ഡയറക്ടേഴ്സിന് പൈസ എടുക്കാനുള്ള ഇത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്നത് 5 ലക്ഷമാണെന്ന് വെച്ചോ. പക്ഷെ 6 ലക്ഷം അവർ ലെൻഡ് ചെയ്തു എന്ന് വെച്ചോ, ബോറോ ചെയ്തു എന്ന് വെച്ചോ. സോ അങ്ങനെ ബോറോ ചെയ്യുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞത് അൾട്രാ വൈറസ് ആയില്ലേ, മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഇതാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അത് നമ്മുടെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രകാരം നമ്മുടെ എല്ലാ ഷെയർ ഹോൾഡേഴ്സും ഒക്കെ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അത് വാലിഡ് ആവും, റിമൈൻ വാലിഡ് ആകും. പക്ഷേ ഞാൻ പറഞ്ഞ ഷിപ്പിംഗ് ബിസിനസ് വിട്ടിട്ട് ഒരു റീറ്റെയിൽ ബിസിനസ്സിലേക്ക് കമ്പനി ഇറങ്ങിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അൾട്രാ വൈറസ്. എല്ലാവരും തീരുമാനിച്ചാൽ തന്നെയും അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെന്ന് പറയുന്നത് ഡോക്ട്രീൻ ഓഫ് അൾട്രാ വൈറസിൻ്റെ ഇത് വരും. അതിനകത്തൊരു കേസ് ലാ ഉണ്ട്. ആ കേസ് ലാ എന്ന് പറയുന്നത് ആഷ്ബറി റെയിൽവേ കാരിയേജ് ആൻഡ് അയൺ കമ്പനി ലിമിറ്റഡ് വിസ് റിച്ചി എന്ന് പറയുന്ന ഒരു കേസ് ലോ ആണ്. ഈ കേസ് ലോ ഈ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി എന്തോ ചെയ്തു, പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഈ റെയിൽവേയുടെ ഈ ബോഗികളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആയിരുന്നു. അപ്പോൾ ആ കമ്പനി എന്ന് പറയുന്നത് അവരുടെ ഒബ്ജക്ട്സ് അതായിരുന്നു. അവരെന്തോ ചെയ്തു, ഈ റെയിൽവേ ലൈൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ കോൺട്രാക്ട് ചെയ്തു. സോ അത് ബിയോണ്ട് ഇറ്റ്സ് ഒബ്ജക്ട്സ് പവറായിരുന്നു. അപ്പം അതുകൊണ്ട് എന്തോ ചെയ്തു, കമ്പനിക്ക് അതിനകത്ത് ഏർപ്പെടാൻ പറ്റാതെയും അങ്ങനെ ഇവർ കേസ് കൊടുക്കുകയും ചെയ്തു. അപ്പം റിച്ച് കേസ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കൊടുത്തപ്പം ആ കേസിൻ്റെ വിധി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ അൾട്രാ വൈറസ് ആണ്, ബിയോണ്ട് ഇറ്റ്സ് പവറാണ്. സോ അതുകൊണ്ട് അത് കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സോ ബ്രീച്ച് ചെയ്തേ പറ്റത്തുള്ളായിരുന്നുള്ളൂ. അതാണ് അതിൻ്റെ ആ കേസിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത്
ഈ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ്സും ഉണ്ട്. ദ ഒബ്ജക്ട്സ് ഫോർ വിച്ച് എ കമ്പനി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് മൈ സെൽ ഓർ റെയിൽവേ ബിസിനസ് മെക്കാനിക്കൽ എഞ്ചിനീയർ ജനറൽ കോൺട്രാക്ട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഈ ഈ പിന്നെ ബിസിനസ് എന്ന് പറയുന്നത് ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ജനറൽ കോൺട്രാക്ടേഴ്സ് എന്ന്. അപ്പോൾ ഈ ജനറൽ കോൺട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു പേര് അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ കമ്പനി എന്ത് ചെയ്തു, അതിനകത്ത് പോയിട്ട് എൻട്രി ചെയ്തിട്ട് അത് അതിനകത്ത് ഉൾപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷേ കമ്പനിയുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ടു റെയിൽവേ ഇതെന്നും പറയുന്നത് പറഞ്ഞാൽ സെൽ ഓർ ലെൻഡ് ഓർ ഹയർ റെയിൽവേ പ്ലാൻസ് ടു ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ക്യാരി ചെയ്യുന്ന ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണ്. പക്ഷെ മറ്റേ സംഭവത്തിനകത്ത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് റിലേറ്റ് ചെയ്യുന്നതൊന്നും ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇപ്പം പിന്നെ ഇതിനകത്ത് ഈ റൂൾസിൽ വരാഞ്ഞത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുവാണ്, ഞങ്ങൾ ഡീല് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ, ഓറഞ്ച്, ക്യാരറ്റ് പ്ലസ് ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഡീൽ ചെയ്യുന്നതെന്ന് ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫുഡ് ഐറ്റംസ് റിലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഫ്രൂട്ട്സിനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഫ്രൂട്ട്സ് ആണെങ്കിൽ ഈ ഫുഡ് എന്ന് പറഞ്ഞ് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഫുഡും അല്ല, അത് ഈ ഫ്രൂട്ട്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ജനറൽ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് അത് റിലേറ്റ് ചെയ്യുന്നത് ഈ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ അതുകൊണ്ട് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അത് അതുമായിട്ടില്ല, എപ്പോഴും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സുകളായിരിക്കും അതിനകത്ത് കൊടുക്കേണ്ടത്. അപ്പം അതുകൊണ്ടാണ് അത് ബിയോണ്ട് ഇറ്റ്സ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് ഈ കമ്പനിയുടെ ഈ കേസ് ലോയിൽ ആഷ്ബറി റെയിൽവേ കാരിയേജിന് അതുപോലെ തന്നെ റിച്ചി അവരുടെ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യുന്നതിന് കേസ് കൊടുത്തപ്പം പിന്നെ അത് അതിൻ്റെ ആ കോൺട്രാക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുന്നത്. അപ്പം ഈ സംഭവം എന്ന് പറയുന്നത് കമ്പനിയുടെ ബിയോണ്ട് പവർ ആണെന്നുണ്ടെങ്കിൽ ആർക്കും ഒന്നും അത് ചെയ്യാൻ പറ്റത്തില്ല. സോ അതാണ് ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 7(1) Clause A, there shall be filed with the register within whose jurisdiction the registered office of a company is proposed to be situated. The memorandum and articles of the company duly signed by all the subscribers to the memorandum in such a manner as may be prescribed in Rule 13 of the Companies Rules 2014. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്യുന്ന അതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അവർ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ചെയ്തിരിക്കണം, രജിസ്ട്രാറുടെ മുമ്പിൽ ഫയൽ ചെയ്തിരിക്കണം. അതുപോലെ അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും ഈ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും ഉണ്ടായിരിക്കണം. അത് എല്ലാ മെമ്പേഴ്സും കൃത്യമായിട്ട് അത് സൈനും ചെയ്തിരിക്കണം. എല്ലാം ചെയ്യണമെന്നാണ് ഈ സബ്സ്ക്രിപ്ഷൻ ക്ലോസിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫോംസും ഷെഡ്യൂൾസും ഒക്കെ മെമ്മോറാണ്ടമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ മെമ്മോറാണ്ടം ഓഫ് കമ്പനിയുടെ ഫോംസ് എന്ന് പറയുന്നത് ടേബിൾ A, B, C, D, E ആണ്. അതുപോലെ ഷെഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അത് കഴിഞ്ഞിട്ട് FGHIJ എന്ന് പറയുന്ന ടേബിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ ടേബിളുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള കമ്പനിയാണ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതാത് ഫോമുകൾ പിന്നെ നോക്കിയ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ്റെ അതിൻ്റെ ഫോംസ് കിട്ടും. സോ അതിൻ്റെ പ്രകാരം പ്രിപ്പയർ ചെയ്താൽ മതി. ഇപ്പം ടേബിൾ A എന്ന് പറയുന്നത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. അപ്പം ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ ടേബിൾ A ആണ്. അതുപോലെ തന്നെ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ ടേബിൾ ബിയും, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ ടേബിൾ സിയും, മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് ആൻ അൺലിമിറ്റഡ് കമ്പനി ആൻഡ് നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ അൺലിമിറ്റഡ് കമ്പനി നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടേബിൾ ഡിയും, അൺലിമിറ്റഡ് കമ്പനി ഹാവിങ് ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ ടേബിൾ ഇയും ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോട്ട്
നോട്ട് ഉദ്ദേശിച്ചോണം. അപ്പം കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ ബിയും, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഹാവിങ് ഷെയർ ക്യാപിറ്റൽ സിയും, കമ്പനി അൺലിമിറ്റഡ് കമ്പനി നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ ഡിയും, അൺലിമിറ്റഡ് കമ്പനി ഹാവ് ഷെയർ ക്യാപിറ്റൽ ഇയും. അപ്പോൾ അതാണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ്റെ ആ ഒരു പാറ്റേൺ. ആർട്ടിക്കിൾസിലോട്ട് വരുവാണെങ്കിൽ നേരെ ഉൾട്ടയായിട്ട് അങ്ങ് തിരിച്ചാൽ മതി. ആദ്യത്തതിന് മാറ്റമില്ല. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ടേബിൾ എഫ് ആണ്. ജി വരുമ്പോഴത്തേനും നമ്മൾ ആദ്യം മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ ആദ്യം പറയുന്നത് ഗ്യാരണ്ടി നോട്ട് ഹാവിങ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നേരെ തിരിച്ചങ്ങോട്ട് വരണം. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് ഹാവ് ഷെയർ ക്യാപിറ്റൽ ടേബിൾ ജിയും, എച്ച് എന്ന് പറയുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ, അതുപോലെ ഐ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് കമ്പനി ഹാവിങ് ഷെയർ ക്യാപിറ്റൽ, ജെ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് കമ്പനി നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. അപ്പം ഈ താഴെ വരുമ്പോൾ ഇത്തിരി ഒന്ന് തിരിച്ചാൽ മതി. അങ്ങനെ അങ്ങ് ടേബിൾ നമുക്ക് ഏതൊക്കെ ഫോമാണ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Any provision in the memorandum of articles in the case of a company limited by guarantee and not having share capital shall not give any person or right to participate in the divisible profits of the company otherwise than as a member. If the company is done, it shall be void. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിവിസിബിൾ പ്രോഫിറ്റ്സിനകത്ത് അതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മെമ്പർക്ക് മാത്രമേ, അതിൻ്റെ കമ്പനിയുടെ മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ അവകാശം. അല്ലാത്തവർ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അത് വോയിഡ് ആണെന്നുള്ളതാണ് പറഞ്ഞത്. സോ ഇത്രയാണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്. സോ മെയിനായിട്ടും മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ 6 ക്ലോസ് ആണ്. നെയിം ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, ഡൊമിസൈൽ ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. സോ അത്രയും ക്ലോസുകൾ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. മെമ്മോറണ്ടം എന്ന് പറയുന്നത് പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്. സോ അത് ആർക്ക് വേണമെങ്കിലും അതെടുത്ത് വായിക്കാവുന്നതാണ് എന്നൊക്കെ ഉള്ളതാണ്. സോ അത് പറയുന്നത്.